സമ്മർ ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് പച്ചപ്പോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയൊക്കെ തപ്പിപ്പിടിച്ച് പോകുന്ന കൂട്ടത്തിലാണ് നമ്മൾ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു സമയത്ത്, അതായത് ജൂലൈ ലാസ്റ്റൊക്കെ ആയ സമയത്ത് മധ്യയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം വെള്ളമൊക്കെ നമുക്ക് കുളിക്കാനുള്ള പാകത്തിനുള്ള വെള്ളമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യവും നമ്മൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച അതിന് തൊട്ട് മുന്നേയുള്ള സാറ്റർഡേ, അതായത് 25 ജൂലൈക്ക് നമ്മൾ അവിടേക്കൊന്ന് പോയിരുന്നു. പിന്നെ യു എയിൽ നിന്ന് മധ്യയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും യു എയുടെ ഉള്ളിൽ വരുന്ന ഒമാൻ്റെ ഭാഗമാണ്. അപ്പം ഈ മുന്നിൽ കാണുന്നതാണ് ഒമാൻ്റെ ബോർഡർ വരുന്നത്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ ആ ഒരു മധ്യയിലോട്ട് കയറുന്നത്. ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്പറൊക്കെ റോമിങ് ആയിപ്പോവും. അപ്പം ഒന്നുകിൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു ബോർഡർ എത്തുന്നതിന് മുമ്പേ ആയിട്ട് ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് തിരിഞ്ഞാൽ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. സാധാരണ ഇവിടെ ഇങ്ങനെ തിരക്കൊന്നും കാണാറില്ല. പക്ഷേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെട്രോളിന് വില കൂടുന്നതുകൊണ്ട് ഒമാനും യു എ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒമാനിൽ കുറച്ച് റേറ്റിൻ്റെ കുറവ് വരാറുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് അവിടെ ഇങ്ങനെ ലൈനായിട്ട് വണ്ടികളൊക്കെ വെയിറ്റിംഗ് കാണുന്നുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മദ്ദ വാട്ടർഫാൾ. ഇവിടെ വൈകുന്നേരം 4 മണിക്കാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ തന്നെ ഒരു പാർക്കും ഉണ്ട്. പിന്നെ നമ്മൾ ചൂടായതുകൊണ്ട് തന്നെ 4 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് ഞങ്ങൾക്ക് ഡിസ്റ്റൻസ് ഉള്ളത്. ഇനി എങ്ങാനും ലൊക്കേഷൻ കിട്ടാണ്ടായി പോയാലും ഈ വാട്ടർഫോളിൻ്റെ അവിടെ നിന്ന് നേരെ വരുമ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട് ബോട്ട് കിട്ടും. ഇങ്ങനെ ഫൗണ്ടൈൻ്റെ സ്റ്റൈലിലുള്ളതാണ്. അതിന് തൊട്ട് മുന്നായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു സൂപ്പർ മാർക്കറ്റും ഒരു കഫറ്റീരിയ ഒക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ റൈറ്റാണ് എടുക്കുന്നത്. റൈറ്റ് എടുത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു മോസ്ക് കാണാം. ഇനി നമ്മൾ ഇതേ റോഡ് തന്നെ നേരെ പോകുമ്പോഴത്തേക്ക് പിന്നെയും ഒരു റൗണ്ട് ബോട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഫ്രണ്ട് ഈയിടയ്ക്ക് ഞങ്ങളോട് ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഇവിടെ വന്നപ്പോഴത്തേക്ക് ലൊക്കേഷൻ കിട്ടാണ്ടായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റൗണ്ട് ബോട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് നമ്മൾ നേരെ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ എല്ലാ റൗണ്ട് ബോട്ടിലും റോഡിലും ഒക്കെ തന്നെ ഡാമിലേക്കുള്ള ലൊക്കേഷനൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ പോകാറുള്ളത് ആദ്യം ഇവിടുത്തെ റോള ഫാംസിലേക്കാണ് പോകുന്നത്. റോള ഫാംസ് എന്ന് പറയുന്നത് അത്യാവശ്യം പച്ചപ്പൊക്കെയുള്ള ഒരു ഫാമാണ്. അത് കണ്ടിട്ടാണ് നമ്മൾ സാധാരണ ഡാമിലേക്ക് പോകാറുള്ളത്. അപ്പോൾ ആ ഒരു ലൊക്കേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ റൗണ്ട് ബോട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മളൊരു ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തേക്കാണ് എത്തുന്നത്. ഇപ്പോൾ ഡാമിലേക്ക് പോകണമെന്നുള്ളവർക്ക് ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നേരെ പോയാൽ മതിയാവും. പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയൊരു ഡീവിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. പിന്നെ എങ്ങാനും ബോർഡില്ലെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഇടയ്ക്കൊക്കെ ചില കടകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ചോദിച്ചാൽ മതിയാവും. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് റൈറ്റിലേക്ക് കയറിയിട്ടാണ് റോള ഫാംസിൽ പോകേണ്ടത്. അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് ഈ ഒരു ഗേറ്റ് കാണുന്ന ഭാഗത്തുകൂടി നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടുന്ന് വാതി ഒഴുകി വരുന്ന ഭാഗമാണ്. സാധാരണ വിൻ്റർ സമയത്തൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഡാമിലേക്ക് പോകാറില്ല. ജസ്റ്റ് ഇവിടെ വന്ന് ഈ വാതിയിൽ തന്നെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെയൊക്കെ തന്നെ നമ്മൾ ആ വെള്ളമുള്ള ഭാഗമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യും. ഫാമിലും കയറിയിട്ടാണ് തിരിച്ചു പോകാറുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഒന്ന് വെള്ളമുണ്ടോ എന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വെള്ളമൊന്നുമില്ല. ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെയുള്ള വെള്ളം തന്നെയുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് അപ്പോൾ തന്നെ തിരിച്ച് ഇതേ വഴിക്ക് പോയ വഴിക്ക് തന്നെ തിരിച്ചിറങ്ങി റോഡിലേക്ക് വരുവാണ് ചെയ്തത്. നമ്മൾ കുറച്ച് ലേറ്റായിട്ട് പോയത് കാരണം ഇനി റോള ഫാംസിലൂടെ കയറുവാണെങ്കിൽ ഡാമിലേക്ക് എത്താൻ കുറച്ചുകൂടി വൈകുമെന്ന് തോന്നിയത് കാരണം റോള ഫാംസ് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ നേരെ ഇപ്പം ഡാമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റോള ഫാംസിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വഴി കുറച്ച് ചെറുതായിട്ടൊന്ന് കൺഫ്യൂസിങ് ആണ്. പക്ഷേ അവിടെ എപ്പോഴും ഈ പണിക്കാരൊക്കെ ഉള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് അവിടെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് കാണിച്ചു തരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഡാമിലേക്കുള്ള വഴിയാണ്. റോള ഫാംസിൻ്റെ അവിടെ നിന്ന് വരുന്ന അതേ റോഡ് തന്നെ ഫോളോ ചെയ്ത് വരുമ്പം ഇടയ്ക്ക് 1-2 ഭാഗത്തായിട്ട് റൈറ്റിലോട്ട് കൂടി ഡീവിയേഷൻ വരുന്നുണ്ട്. അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ലെഫ്റ്റ് തന്നെയാണ് എടുക്കേണ്ടത്. അതിലൊരു ഡീവിയേഷൻ്റെ ഭാഗത്ത് റൈറ്റിലോട്ട് ആരോ മാർക്ക് വെച്ചിട്ട് വേറെ ഏതോ ഒരു 2 ഡാമിൻ്റെ പേരും കൂടി എഴുതിയിട്ടുണ്ട്. അത് കാണുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. പക്ഷേ നമുക്ക് ലെഫ്റ്റ് തന്നെയാണ് മദ്ദ ഡാമിലേക്ക് പോകാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് നല്ല വലിയ മഴയൊക്കെ വന്ന സമയത്ത് ഇതുവഴിയൊക്കെ വാതി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അന്ന് ഈ റോഡൊക്കെ ഓപ്പണും ആയിരുന്നു. അതുവഴി തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് മദ്ദ ഡാമിൻ്റെ താഴ്ഭാഗത്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഭാഗമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പാർക്കിംഗ് ഏരിയയിലോട്ടാണ് പോകുന്നത്. ലൊക്കേഷൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മദ്ദ ഡാമെന്നോ അല്ലെങ്കിൽ മദ്ദ ഹെറിറ്റേജ് വില്ലേജ് എന്നോ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ബോർഡ് എഴുതിയിരിക്കുന്നതാണ് മദ്ദ ഹെറിറ്റേജ് വില്ലേജ് വരുന്നത്. ഇവിടുന്ന് നേരെ റൈറ്റ് തിരിയുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫ്രീ പാർക്കിംഗ് വരുന്നത്. നമ്മളിപ്പോൾ കാണിച്ച ആ ഒരു റൈറ്റ് എടുക്കാൻ വിട്ടുപോയിട്ട് കുറച്ചൊന്ന് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫ്രീ പാർക്കിംഗ് ഏരിയ. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ക്യാമ്പ് ചെയ്യാം. പക്ഷേ അവിടെ ക്യാമ്പ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാകത്തില്ല. വെള്ളവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ഡാമിൻ്റെ വ്യൂ വരുന്നത്. അപ്പോൾ ഡാം കാണണം എന്നുള്ളവർക്ക് ഇവിടെ ആദ്യം വണ്ടി നിർത്തി ഡാമൊക്കെ കണ്ടിട്ട് താഴേക്ക് പോവാം.
പിന്നെ ഈ ഡാമിൻ്റെയും റോള ഫാംസിൻ്റെയും ഒക്കെ വീഡിയോസ് ഞാൻ മുന്നേ തന്നെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഇടാത്തത്. പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നത് കാരണം പിന്നെ അവിടെ കൂടി കയറിയിട്ട് സമയം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പെയ്ഡ് പാർക്കിംഗ് ഏരിയയിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പാർക്കിംഗ് എടുക്കുന്നത്. ഒരു വണ്ടിക്ക് 20 ദിറംസ് ആണ് വരുന്നത്. ഇപ്പം നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ക്യാമ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള കോട്ടേജസ് ഒക്കെ അവിടെ നിന്ന് റെൻറ്റിന് എടുക്കാനുള്ള ഓപ്ഷനും ഒക്കെ ഉണ്ട്. കുട്ടികളായിട്ടൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് പാർക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും സൗകര്യം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫുഡ് ട്രക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല കുറേ അധികം ഏരിയയിൽ തന്നെ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ഏരിയയിൽ കുറച്ച് പാർക്കിംഗ് ഉണ്ട്, അവിടേക്ക് പാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ചുകൂടി താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാദിയിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്ന ഭാഗം നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ വ്യൂ കാണുന്ന വിധത്തിൽ നമുക്ക് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ സ്റ്റെപ്പുകളുണ്ട്, അവിടേക്ക് താഴോട്ട് പോകാവുന്നതാണ്. ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു വെള്ളത്തിൻ്റെ വ്യൂ വരുന്ന ഭാഗത്ത് തന്നെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഇതാണ് വ്യൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം എന്തായാലും ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആൾക്കാരൊക്കെ ഇത്ര അധികം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം 7 മണി ആയിട്ടുണ്ട്. എന്തായാലും ഇരുട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിരക്കൊക്കെ ഉണ്ട്. വിൻ്റർ സമയത്തൊക്കെ വരുവാണെങ്കിൽ വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇടയ്ക്ക് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങുകയും ചെയ്യാം. ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ പറ്റിയ ഓപ്ഷനാണ്. പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഈ കോട്ടേജസിൻ്റെ ഒക്കെ റെൻറ്റിനെ പറ്റിയൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതിന് 300 വലുതിന് 800 എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചെറുതെന്ന് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും മിക്കവാറും ഈ ഒരു തുണി കൊണ്ട് ചെയ്തിരിക്കുന്ന ടൈപ്പാണെന്ന് വിചാരിക്കുന്നു. പിന്നെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ നമ്മുടെ കട്ടകൾ കൊണ്ട് ചെയ്തിരിക്കുന്ന കോട്ടേജ് സ്റ്റൈലിൽ കുറച്ചധികം ബിൽഡിങ്ങുകൾ ഇങ്ങനെ ആ ഒരു ഗ്രൗണ്ടിന് ചുറ്റുമായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പോൾ 1-2 കോട്ടേജസിൻ്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മുറ്റമൊക്കെ പോലെ തന്നെ ഒരു കോമ്പൗണ്ടായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനായിരിക്കണം 800 പറഞ്ഞതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നമ്മൾ മെയിനായിട്ട് ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥയൊക്കെ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും വെള്ളം ഉണ്ടെന്ന് കണ്ട വഴിക്ക് തന്നെ നല്ല സന്തോഷമായി. പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് ഇറങ്ങാറാകുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് കാണുന്നത് പോലെ തന്നെ ഈ പനകളുടെയൊക്കെ അപ്പുറത്ത് ഭാഗത്തായിട്ട് ഒരു പാർക്കിംഗ് ഏരിയ കൂടിയുണ്ട്. അവിടെ നിന്നും സ്റ്റെപ്പ് താഴേക്കുണ്ട്. ഏത് വഴി വേണമെങ്കിലും നമുക്ക് താഴോട്ട് ഇറങ്ങാം. പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതൊക്കെ അവരവരുടെ റിസ്ക്കിലാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗത്തായിട്ട് പടികളുണ്ടെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ ഈ കല്ല് വരുന്ന ഭാഗമാണ്. അവിടെ കുറച്ച് സൂക്ഷിച്ചൊക്കെ കുട്ടികളായിട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് സൂക്ഷിച്ചൊക്കെ ഇറങ്ങേണ്ടി വരും. പിന്നെ വെള്ളം അത്യാവശ്യം ഒഴുക്കൊക്കെ ഉണ്ട്. മേളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒഴുകുന്ന പോലൊക്കെ തോന്നുന്നില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളമുണ്ട്. ആൾക്കാർക്ക് നീന്താനൊക്കെ പറ്റുന്ന വിധത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് കാലൊക്കെ ഒന്ന് നനച്ച് വന്നിട്ട് തന്നെ ഉള്ളൂ. ഹസ്ബൻഡൊക്കെ ഇറങ്ങി ഒന്ന് നീന്തി പോകുമായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചൂട് തീരെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 6 മണിക്കൊക്കെ എത്തുന്ന വിധത്തിൽ വരുവാണെങ്കിൽ കുറച്ചധികം സമയം എടുത്ത് ഒന്ന് എൻജോയ് ചെയ്ത് വരാം. ഇതിപ്പോൾ ഞങ്ങളൊരു 7:30 കഴിയുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒന്ന് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ചൂടത്ത് തന്നെ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ വരുമ്പോഴത്തേക്ക് ചൂടധികം ഫീൽ ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ വേണമെങ്കിൽ ബാർബിക്യൂ, ക്യാമ്പിങ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് വരാമെന്നൊക്കെയുള്ള തീരുമാനത്തിൽ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സമ്മർ കാലത്തെ യാത്രാവിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.